ഗുജറാത്തിൽ അത്യപൂർവ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 8ആയി. ചാന്ദിപുര വൈറസ് ബാധിച്ചാണ് മരണമുണ്ടായിരിക്കുന്നത്. മരിച്ചവരിൽ 6 കുട്ടികളും ഉൾപ്പെടുന്നു. വൈറസ് ബാധിച്ച് 6 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ ചേരുന്നു. അഗസ്റ്റിൻ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ആശങ്കാജനകമായ ഒരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. ഗുജറാത്തിൽ നിന്ന് 8 പേർ ചാന്ദിപുര വൈറസ് ബാധിച്ച് മരിച്ചിരിക്കുന്നു. എന്താണ് ഈ ചാന്ദിപുര വൈറസ്? ആരോഗ്യ വിദഗ്ധർ ഈ ഘട്ടത്തിൽ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായ സാഹചര്യം ആണ് ഈ വൈറസ് ബാധ. അതിമാരകമായ ഒരു വൈറസ് എന്ന നിലയ്ക്ക് തന്നെ ഇപ്പോഴുള്ള ഈ വൈറസ് ബാധയെ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. ജൂലൈ 10 മുതൽ ആരംഭിച്ചുള്ള ഈ വൈറസ് വ്യാപനം ഗുജറാത്ത് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഗുരുതര സാഹചര്യമാണെന്ന് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ സ്ഥിരീകരിച്ചു. വൈറസ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു. ഇതുവരെ 8 പേരാണ് മരിച്ചത്. കുട്ടികളാണ് വൈറസ് ബാധയിൽ മരിച്ചത്. നിലവിൽ ആരവല്ലി ഖേദ മേഖലകളിൽ നിന്നുള്ള രോഗികൾ ചികിത്സയിലുണ്ട്. അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമുള്ള രോഗബാധിതരും ഈ കൂട്ടത്തിലുള്ളതായി ഋഷികേശ് പട്ടേൽ അറിയിക്കുന്നുണ്ട്. ചാന്ദിപുര വൈറസിന്റെ ആദ്യ 4 കേസുകൾ സബർകന്ത ജില്ലയിലെ ഹിമന്ത് നഗറിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് 1965 ഈ വൈറസ് ആദ്യം തിരിച്ചറിയപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ ചാന്ദിപുര ജില്ലയുടെ പേരിലാണ് ഈ വൈറസ് അറിയപ്പെടുന്നത്. റാബ്ദോ വിരിദെ കുടുംബത്തിൽപ്പെട്ട വൈറസാണ് ഇത്. കുട്ടികളെ ബാധിക്കുന്ന എൻസിഫിലാറ്റിസ് അവസ്ഥയിലേക്ക് തലച്ചോറിനെ ബാധിക്കുന്ന മാരകമായ വൈറസാണ്. പ്രാണികളാണിത് പരത്തുന്നത്. ചോര കുടിക്കുന്ന തരത്തിലുള്ള പ്രാണികൾ. ഇത് അവയുടെ കടി മൂലം ഈ രോഗം പകരാനുള്ള സാധ്യത, പിന്നെ ഇത് മൃഗങ്ങളിലൂടെയും മറ്റും ഇത് പകരാനുള്ള സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ വൈറസ് ബാധിച്ചവരുടെ എണ്ണം ഇവിടെ 14 ആണ്. വടക്കൻ ഗുജറാത്തിലാണ് വൈറസ് ബാധയുടെ തുടക്കം. ഗാന്ധിനഗറിലായിരുന്നു ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലക്ഷ്മി, ഗുജറാത്തിൽ അത്യപൂർവ വൈറസ് ബാധ. ചാന്ദിപുര വൈറസ് ബാധയിൽ 8 മരണം എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മരിച്ചവരിൽ 6 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. വൈറസ് ബാധിച്ച 6 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ.